ഇന്നലെ നമ്മൾ ആലപ്പുഴ ജിങ്കാന മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം വന്ന പാടെ ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട്. അപ്പം വന്ന പാടെ അതിൻ്റെ ഒരു റിവ്യൂ, നമ്മൾ ഇതുവരെ റിവ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ റിവ്യൂ ഒന്ന് പറയാമെന്ന് വെച്ചോ. എൻ്റെ ഞാൻ ആദ്യം പറയാവേ, ഇവർ പിന്നീട് പറയട്ടെ. എനിക്ക് നസ്ലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നസ്ലിൻ്റെ ഒരു മൂവി, പിന്നെ കുറച്ച് ഇതിൻ്റെ പാട്ടൊക്കെ കേട്ട് അങ്ങനെയൊക്കെ ഞാൻ, പിന്നെ ബോക്സിങ്ങിനെ പറ്റി അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറേ അധികം ലാഗില്ലാതെ പോയെന്ന് തോന്നി. സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ കുറച്ചും കൂടെ എക്സ്പെക്റ്റ് ചെയ്തു. ഞാൻ ഇതിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് നസ്ലിനെയാണല്ലോ നമ്മളിങ്ങനെ ഇതായി പോകുന്നത് ഹീറോ എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് അതിൽ ഗണപതിയാണ് എനിക്ക് കുറച്ചും കൂടെ ബോക്സിങ്ങിൻ്റെ ആ റിങ്ങിൽ ബോക്സിങ് നടത്തുമ്പോൾ എനിക്ക് ഗണപതിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അനഘയുടെ ബോക്സിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ ഇതിൽ കിസ്സിനെ പറ്റി പറയുന്നുണ്ട്, ഓരോ ഗേൾസിൻ്റെയും കിസ്സിങ് ആസ്പെക്ട്സ് പറയുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ചിന്തിച്ചു പോയി, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഇവരുടെ ടെക്നിക്കൽ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ കിടുവാണ്, ടെക്നിക്കൽ ആസ്പെക്റ്റ് കിടുവാണ്. പിന്നെ ഡയറക്ടറിനെ നമ്മളിങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് അതിൻ്റെ BGM ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് സെക്കൻഡ് ഹാഫിനെക്കാട്ടിയും ഫസ്റ്റ് ഹാഫാണ് കുറച്ച് ഇഷ്ടപ്പെട്ടത്. കുറച്ചല്ല, ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് നസ്ലിന് കുറച്ചും കൂടെയൊക്കെ എനിക്ക് ആ ബോക്സിങ്ങിൽ ഞാനിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം എനിക്ക് നസ്ലിൻ എനിക്ക് ഗണപതി പിന്നെ അതിൽ ചെറുതെന്ന് പറയുന്നത് എനിക്ക് ആ പയ്യൻ്റെ പേരറിയില്ല, അതിൻ്റെ ആ ഒരു ബോക്സിങ് പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഖാലിദ് റഹ്മാൻ്റെ എല്ലാ പടങ്ങളും ഭയങ്കര വ്യത്യസ്തമാണ്. പുള്ളി ഇതൊരു 5 പടങ്ങൾ എടുത്തിട്ടുള്ളതിൽ അനുരാഗ, കരിക്കിൻ വെള്ളം, അപ്പം അങ്ങനെ പുള്ളിയുടെ എല്ലാ പടങ്ങളും പല പല ജോണറിലുള്ള പടങ്ങളാണ്. ഇതൊരു സ്പോർട്സ് മൂവി എന്ന് പറഞ്ഞാണല്ലോ ഇനിഷ്യലി വന്നത്. പക്ഷേ പ്യുവർലി സ്പോർട്സ് മൂവി അല്ല, ബട്ട് സ്പോർട്സ് ആണല്ലോ മെയിൻ. ഇത് ആക്ച്വലി സ്പോർട്സ് കം ഒരു യൂത്ത് ഭയങ്കര വൈബുള്ള പടം. ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ആ വൈബ് നമുക്ക് കിട്ടും പടത്തിൻ്റെ. ആ ഒരു എനർജി, ഫ്രഷ്നെസ് എല്ലാം പടത്തിനുണ്ട്. നസ്ലിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് പടത്തിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും BGM ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ബോക്സിംഗ് ഒക്കെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ബോക്സിങ്ങിനൊക്കെ ആ ഒരു ഫീൽ തരാൻ പറ്റും, ശരിക്കും അടിപൊളിയാണ്. പിന്നെ പടത്തിൽ വലിയൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ പടം ഒരു ക്ലീഷകളൊക്കെ ബ്രേക്ക് ചെയ്യുന്നൊരു പടമാണ്. കാരണം എപ്പോഴും ഹീറോ അടിച്ച് ജയിക്കണം, അപ്പം അങ്ങനെയുള്ള കൺസെപ്റ്റൊന്നും ഇല്ല. പിന്നെ ഫൈനലി പടത്തിൽ ആ ഒരു ഹീറോ ടീം ജയിക്കുന്നു എന്നാണ് നമ്മൾ നോർമലി അങ്ങനെയുള്ള പടങ്ങളിൽ അങ്ങനെയാണല്ലോ. ഒരു സ്പോർട്സ് മൂവിയിൽ ആദ്യം തോൽക്കുന്നു, പിന്നെ വിജയിക്കുന്നു. പക്ഷേ ഇത് ആ ഒരു ക്ലീഷയൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു ഭയങ്കര ഒരു നമുക്കൊരു എൻജോയ്മെൻറ്റ് എലമെൻ്റാണ് ശരിക്കും ലൈഫിൽ എപ്പോഴും 95% തോൽവി 5% വിജയമുണ്ടോ സംഭവിക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും ഈ പടം പറയുന്ന ഒരു തോൽവിയിൽ നിന്നുള്ള വിജയമാണ് ഈ പടം കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു. അപ്പോൾ പടം പൊളിയായിട്ട്, പിന്നെ ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിട്ട്, സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ്, ബോക്സിങ് ഷൂട്ട് ചെയ്തിരിക്കുന്ന കിടിലമാണ്, BGM പൊളിയാണ് പടത്തിൻ്റെ. പുള്ളി അവർ എക്സ്പെക്റ്റേഷൻസ് എല്ലാം മീറ്റ് ചെയ്തു. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പടം മൊത്തത്തിൽ ആ ഒരു വൈബ് നമുക്ക് കിട്ടും. പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു വൈബിൽ നമ്മൾ ഇരുന്ന് പോകും. അപ്പം അടിപൊളി പടമാണ്. ഇനി അല്ലു പറയട്ടെ. സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ കോമഡി ഉണ്ടായിരുന്നു. കോമഡി പക്ഷേ പ്രതീക്ഷിച്ച പോലെ കൊണ്ട് എറിച്ചില്ലല്ലേ. പിന്നെന്താണ്, പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. റൊമാൻറ്റിക് സീൻ ഇഷ്ടപ്പെട്ടു. അത് അടിപൊളിയായിട്ട് പുള്ളിക്കാരിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഈ റോളുമായിട്ട് കിഡ്ലുമായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം ഇതിലെല്ലാ ആക്ടേഴ്സ് ആണെങ്കിലും വളരെയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം അത് ആ പടത്തിൽ കാണാൻ പറ്റും. എല്ലാവരും ഈ ഒരു റോളിന് വേണ്ടി ബോഡി വേസിട്ടാണെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് വേസിട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് എഫേർട്ട്. ബേബി ജീനൊക്കെ അടിപൊളിയായിട്ട് പുള്ളിയുടെ പാട്ടൊക്കെ റൂമിലാണുള്ളൂ. പക്ഷേ പുള്ളി കുറച്ച് കോമിക് സൈഡാണ് കാണിക്കുന്നത്. പക്ഷേ അതൊക്കെ അടിപൊളിയായിട്ട് പുള്ളി ആ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം കൃത്യമായിട്ട് ലുക്മാൻ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു കോച്ചിൻ്റെ റോളിൽ കിടിലമായിട്ട് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ അടിപൊളിയായിരുന്നു പടത്തിൽ. ഓൾമോസ്റ്റ് ആ ഒരു കറക്റ്റ് ആ വൈബുമായിട്ട് വൈബ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആക്ടേഴ്സൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലു വേറൊന്നുമില്ല അല്ലു എന്ന് പറയാൻ. പിന്നെ ഏറ്റവും ലാസ്റ്റ് പയ്യൻ കോച്ചായിട്ടല്ല വന്നത്, അവരുടെ ക്ലബിൻ്റെ മാനേജറായിട്ട് ആലപ്പുഴ ആ ഒരു ജിങ്കാന അതിൻ്റെ
ഫൈനലി പടം ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫാമിലി റിവ്യൂ ആയിരുന്നു ഇത്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ പടം മിഡിൽ ക്ലാസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഹൈ ക്ലാസ് ഇഷ്ടപ്പെട്ടു, ലോവർ ക്ലാസ്സിന് ഇഷ്ടപ്പെട്ടു, അപ്പോൾ എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.